നോമ്പ് തുറ സമയത്ത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഒരുപാട് സമയം മസാല വഴറ്റിയിട്ടും അതുപോലെ നമ്മൾ മാവൊക്കെ കുഴച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടാണല്ലോ നമ്മൾ ഓരോ സ്നാക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത്. മസാല വഴറ്റോ അതുപോലെ നമ്മൾ മാവ് കുഴക്കോ ഒന്നും ചെയ്യണ്ട. നോമ്പ് തുറ സമയത്തൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഇതിൽ ഒരെണ്ണം കഴിച്ചാൽ മതിയാവും നമ്മളെ വിശപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും. നമുക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ ഇതൊരു മാസത്തോളം നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഒരു നോമ്പ് തുറ സമയത്തൊക്കെ നമുക്കിത് കുറച്ച് മുന്നേ ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം നമുക്ക്. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു മിക്സീൻ്റെ ജാർ എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ്റെ ബ്രസ്റ്റ് പാർട്സ് ഒന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഒരു ഇത്തിരി ചൂടോടെ തന്നെ ഞാൻ ചേർക്കുന്നത്, കാരണം ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കാനുണ്ട്. അതുകൊണ്ട് ഇത് ആ ഒരു ചൂടോടെ തന്നെ ചേർക്കുന്നത്. നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് കഴിയുമ്പോഴേക്കും ആ ഒരു ചൂടൊക്കെ ഒന്ന് തണുത്ത് കിട്ടും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഫുള്ളായിട്ട് തന്നെ നമ്മൾ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ചേർക്കേണ്ടത് ചിക്കൻ മസാലയാണ്. അതും ഞാനൊരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഏതെങ്കിലും ഇറച്ചി മസാല ചേർത്താൽ മതിയാകും. അതൊക്കെ ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യാം. പിന്നെ അതിലേക്ക് ഒരു 2 വെളുത്തുള്ളി, ഒരു 2 കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു 2 ടേബിൾ സ്പൂൺ ചില്ലി സോസാണ്. ചില്ലി സോസിന് പകരം നിങ്ങൾക്ക് കെച്ചപ്പ് എടുക്കാം. പിന്നെ നമുക്ക് സോയാ സോസും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് ഒരു 2 എരിവുള്ള പച്ചമുളക്, അതുപോലെ ഒരു കൈപ്പിടി നമ്മൾ മല്ലിച്ചപ്പും കൂടി ചേർക്കാം. പിന്നെ ഒരു സവാള നമ്മൾ വലിപ്പത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ്, അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ബ്രെഡിൻ്റെ പീസാണ്. ഒരു 2 കഷ്ണം ബ്രെഡിൻ്റെ പീസ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അരച്ചെടുത്തപ്പോൾ കണ്ടില്ലേ ഒരുപാട് ലൂസാണ്. നമുക്ക് ഇതുപോലെയല്ല വേണ്ടത്, നമുക്കൊരു ചപ്പാത്തിൻ്റെ ഒരു മാവ് പോലെയാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ വീണ്ടും ഒരു 1-2 പീസ് ബ്രെഡ് ഇട്ടിട്ട് വീണ്ടും ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ടും എൻ്റെ മാവ് കുറച്ച് ലൂസാണ്. അപ്പോൾ അത് ഞാനൊന്ന് ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബ്രെഡ് ബാക്കി ഉണ്ടെങ്കിൽ വീണ്ടും ഒരു 2 പീസ് ബ്രെഡ് ഇട്ട് അടിച്ചിട്ട് ആ ഒരു ഡോ ആക്കി എടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് ബ്രെഡ് പീസ് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ അതായാലും മതി. ബ്രെഡിന് പകരം നിങ്ങൾക്ക് മിക്സിയിൽ അടിക്കുമ്പോൾ ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഡോ പോലെ ആക്കിയെടുക്കണം. അപ്പോൾ ബ്രെഡ് ക്രംസ് ചേർക്കുമ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ല ഒരു ഡോ ആയിട്ട് കിട്ടും. പിന്നെ ഇതിൽ അരക്കുന്ന സമയത്ത് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, കാരണം നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചതാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത ഉരുളക്കിഴങ്ങ് അത് പുഴുങ്ങുന്ന സമയത്തും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് പുഴുങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. കുഴക്കുന്ന സമയത്ത് വേണമെങ്കിൽ അതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു സമയത്ത് ചേർക്കാം. അപ്പോൾ ഇനി നമുക്ക് വേറെ പണിയൊന്നുമില്ല. മാവൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ കയ്യിൽ എണ്ണ തടയിട്ട് ഒരു ഉണ്ട എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ട് നമുക്ക് നടുക്കുന്ന ഹോളിട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ വടയൊക്കെ ഉണ്ടാക്കുന്നില്ലേ, ഉഴുന്ന വട ഉണ്ടാക്കുന്നില്ലേ, അതുപോലെ. അപ്പോൾ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് നല്ല ഷേപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ എനിക്ക് ഇത്രയാണ് കിട്ടിയത്. ഒരു 7-8 എണ്ണം എനിക്ക് ഈ ഒരു അളവിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതൊന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. ഒരു മുട്ട ഞാനിതാ ഇവിടെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് കട്ടയൊന്നുമില്ലാണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ ഓരോന്നും ഇതുപോലെ മുട്ടേൻ്റെ മിക്സിലൊന്ന് മുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് അതൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമ്മളതൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം വീണ്ടും മുട്ടേൻ്റെ മിക്സിലേക്ക് അതന്നെ ഒന്ന് മുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് ബ്രെഡ് ക്രംസിലേക്ക് ഒന്ന് കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ 2 പ്രാവശ്യം ഇങ്ങനെ ചെയ്തെടുക്കുക. എന്നാൽ മാത്രമേ നമ്മൾ സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. അതുപോലെ ഈ മുട്ടേൻ്റെ മിക്സിൽ മുക്കുന്ന സമയത്ത് കൈ യൂസ് ചെയ്യാണ്ട് ഇതുപോലെ ഫോർക്ക് യൂസ് ചെയ്യുക. അപ്പോൾ രണ്ടും ഒരേ കൈ വെച്ച് തന്നെ ചെയ്യുമ്പം ആ ഒരു ബ്രെഡ് ക്രംസ് കട്ട പിടിച്ച് പോകും. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത് ഡബിൾ കോട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ ചെയ്താലേ നമ്മളെ സ്നാക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ്റെ ആ ഒരു മിക്സ് ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് ബീഫ് ചേർക്കാം, അല്ലെങ്കിൽ മട്ടൻ ചേർത്താലും മതി. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ ചേർക്കാം. അപ്പോൾ ഇതെല്ലാം ഞാനിത് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള പൊടിയൊക്കെ വേണമെങ്കിൽ ഒന്ന് തട്ടി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഈ ഒരു സമയത്ത് ഇങ്ങനെ നമ്മൾ ബ്രെഡ് ക്രംസിൽ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം നിങ്ങൾക്കിത് വേണമെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പിന്നെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സിപ്ലോ കവറിലിട്ടിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതിയാകും. അപ്പോൾ അത് ഒരു മാസം വരെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മളൊരു ഫ്രൈ ചെയ്യുന്നതിന് ഒരു 1/2 മണിക്കൂർ മുന്നെങ്കിലും എടുത്തിട്ടൊന്ന് പുറത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി.
നമുക്ക് തിളക്കുന്ന എണ്ണയിലിട്ടിട്ട് ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യാം. നമുക്ക് ഒരുപാട് സമയമൊന്നും ഇതിന് ഫ്രൈ ചെയ്യാൻ വേണ്ട. കാരണം നമ്മൾ എല്ലാ സാധനവും എടുത്തതൊക്കെ കുക്ക് ചെയ്ത സാധനങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ കളറൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ രണ്ട് ഭാഗവും ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കളറ് മാറ്റിയെടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങളിത് ഒരുപാട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോമ്പ് തുറ സമയത്തൊക്കെ ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ അങ്ങനെയുള്ള ഒരു തിരക്കുള്ള സമയങ്ങളിലൊക്കെ നിങ്ങൾക്കിത് ഒന്ന് പുറത്തെടുത്ത് വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഒരു നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് ചിക്കൻ ഡോനറ്റ്സ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പല ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഡോനറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഷേപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നോമ്പ് തുറ സമയത്തൊക്കെ പല വെറൈറ്റീസ് ആയിട്ടുള്ള സ്നാക്കുകളും ഉണ്ടാക്കാറില്ലേ. അപ്പോൾ ഇത് അതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ സമൂസേൻ്റെ കൂടെയും ഇറച്ചിപ്പത്തലിൻ്റെ കൂടെയും അങ്ങനെ പല വെറൈറ്റി സ്നാക്കിൻ്റെ കൂടെയും ഇതൊരു നല്ലൊരു അടിപൊളി ഐറ്റം തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എണ്ണയിൽ നിന്ന് വാങ്ങി കൊടുത്തിട്ടുണ്ട്. വാങ്ങുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് വാങ്ങിക്കുക. അപ്പോൾ ഇത് നമ്മൾ ഒരുപാടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒരു വലിയൊരു പാൻ എടുത്തിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വളരെ കുറഞ്ഞ അളവിലൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ നമുക്കൊരു ചെറിയ ചീനച്ചട്ടിയൊക്കെ വെച്ചിട്ട് കുറച്ച് എണ്ണയിൽ ഓരോന്നായിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ടൈം ഉണ്ടെങ്കിൽ, അപ്പോൾ ടൈമൊക്കെ ഇല്ലാത്ത സമയമായിരിക്കുമല്ലോ, നമ്മൾ നോമ്പ് തുറ സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. ആ ഒരു സമയത്ത് ഇതുപോലെ വലിയൊരു പാനിലൊക്കെ എണ്ണ ഒഴിച്ചിട്ട് എല്ലാം ഒരു സമയത്ത് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്നാക്ക് അങ്ങനെ അധികം എണ്ണയൊന്നും കുടിക്കില്ല, തീരെ എണ്ണ കൊടുക്കില്ല എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ ബ്രെഡ് ക്രംസിലൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകും. ഇത് ചിക്കൻ്റെ ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ഡോനറ്റ്സ് എന്നൊക്കെ പറയുന്നത് തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇത് പൊട്ടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക്, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, അതുപോലെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ്. എണ്ണയും തീരെ കുടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഉള്ളിൽ നല്ല ഫില്ലിംഗ് ആണ്. നമ്മൾ ചിക്കനും അതുപോലെ പൊട്ടറ്റോ ഒക്കെ വെച്ചിട്ടുള്ള നല്ല ഫില്ലിംഗ് ആണ്. അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും ഒക്കെ ചേർന്നുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രുചി തന്നെയാണ്. അപ്പോൾ നമ്മളിത് ഓരോ കഷ്ണം കടിക്കുമ്പോഴും ചില്ലി ഫ്ലേക്സ് കടിക്കുന്ന സമയത്ത് ഒരു എരിവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം ഉണ്ടാകുന്നത്. നമുക്ക് ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ ഏത് സോസ് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ നമ്മൾ മാവ് കുഴക്കുകയോ അതുപോലെ മസാല വഴറ്റി ഒരുപാട് സമയമെടുക്കുകയോ ഒന്നും ചെയ്യാണ്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയത്. എല്ലാം നമുക്കൊരു മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മാത്രം മതിയാകും. എന്നിട്ട് മാവ് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാകും. അത്രയും ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്